Hello everyone, welcome to a new video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ബട്ട് അതിനാവശ്യമുള്ള സ്പെക്സുള്ള സിസ്റ്റം ഇല്ല എന്നുള്ള ബുദ്ധിമുട്ടിലിരിക്കുന്ന കുറേ പേരുണ്ടാവും. അവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ഗൈസ്, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ദെൻ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നമ്മൾ ആൻഡ്രോയിഡ് ഇമുലേറ്റർ റൺ ചെയ്യും. ഓക്കെ, ബട്ട് ചിലവർക്ക് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ റൺ ചെയ്യാൻ പറ്റും അത്ര സ്പെക്സ് ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാവില്ല, റാമും അത്ര പ്രൊസസ്സറുള്ള ഒരു സിസ്റ്റം ഉണ്ടാവില്ല. ബട്ട് അവർക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യണം, ആപ്പ് ഡെവലപ്മെൻറ്റ് പഠിക്കണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇല്ലാതെ നമുക്ക് നാറ്റീവ് ആപ്പ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഫ്ലട്ടറിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആവശ്യമാണ്. ബട്ട് ഞാൻ ഇപ്പോൾ നാറ്റീവിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരാൻ പോകുന്നത് നെവർ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് ആപ്പാണ്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബ്രൗസറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഇൻ്റർഫേസാണ് ഇപ്പോൾ ഞാൻ അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ യുവർ ആപ്സിൽ കാണാൻ പറ്റും. നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓൾറെഡി ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നെവർ ഇൻസ്റ്റാൾ .comൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. നമുക്ക് അവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇതുപോലെ ഇവിടെ കാണിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലോഞ്ച് ചെയ്താൽ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഞാൻ ഇത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇത് ചെറിയ സ്പെക്സുള്ള സിസ്റ്റം ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഞാനിപ്പോൾ ഓൾറെഡി ഇത് ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ പോലെ തന്നെയാണ്. ഓക്കെ, കണ്ട അവിടെ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ഫുൾ സ്ക്രീൻ ആക്കാം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ബിഗ് സ്ക്രീൻ മൊബൈലാണെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇപ്പോൾ റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും, അറൗണ്ട് 5 to 10 minutes എടുക്കും, മോർ ദാൻ 5 to 10 minutes എടുക്കും. ഓക്കെ, ഇപ്പം കാണാൻ പറ്റും കറക്റ്റ് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമ്മൾ സോഫ്റ്റ്വെയർ ആയിട്ട് റൺ ചെയ്യണം അതേ സെയിം സംഭവം തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് നമ്മുടെ ആപ്പ് ഡിസൈൻ ചെയ്യാം. ഇതിൽ നമുക്ക് ഇമുലേറ്റർ ചെയ്യാൻ ഏറ്റവും ബെറ്റർ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഡിവൈസ് USB ഡിബഗിങ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ കണക്ട് ചെയ്യണതാണ്. ഓക്കെ, അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കണില്ല. ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റ് ചെയ്യാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്പെക്ക് ഇല്ലാത്തൊരു സിസ്റ്റം ആണെന്ന് കരുതിയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ സിമ്പിൾ ഹലോ വേൾഡ് ആപ്പിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. നമ്മുടെ ഡിസൈനിൽ കാണാൻ പറ്റും നമ്മളെ റിയൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉള്ള പോലെ തന്നെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നമ്മളെ മൊബൈൽ ഇമുലേറ്റർ റൺ ചെയ്യണ പോലെ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഒരു ഇമുലേറ്ററായിട്ട് റൺ ചെയ്യുക. അതാണ് ഈ ഒരു നെവർ ഇൻസ്റ്റാളിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ടെക്സ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ടെക്സ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. സോറി, ഇത് ഇൻ്റർനെറ്റ് അത്യാവശ്യം സ്പീഡ് വേണം. ഇൻ്റർനെറ്റ് സ്പീഡില്ലാന്നുണ്ടെങ്കിൽ ചെറിയ ലാഗ് അനുഭവപ്പെടും. ഞാനിപ്പോൾ എൻ്റെ ഇൻ്റർനെറ്റ് കുറച്ച് ഫാസ്റ്റാണ്. ഞാനിപ്പോൾ മൊബൈലത്തെ ഹോട്ട്സ്പോട്ടാണ് യൂസ് ചെയ്യണത്. എൻ്റെ സിമ്മ് ഇപ്പോൾ VI ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം കാണാനുണ്ട്. നമ്മൾ അത്യാവശ്യം ഫാസ്റ്റുള്ള ഇൻ്റർനെറ്റ് ആണെന്നുണ്ടെങ്കിൽ, റൂട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീൻ ഉണ്ടാവില്ല. ഓക്കെ, എൻ്റെ നെറ്റ്വർക്ക് വളരെ സ്ലോ ആണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ കൊടുക്കാം, BilCodes. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും നമ്മുടെ ഇമുലേറ്റർ, അതായത് നമ്മുടെ ഡിസൈനിലും അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ആപ്സ് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബ്രൗസറിൽ വെച്ചിട്ട് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആപ്സ് ബിൽഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ,
ഓക്കെ, ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് മാത്രം ഉണ്ടായാൽ മതി. ഭയങ്കര ചെറിയ സ്പെക്കുള്ള ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സീനില്ല, നമുക്ക് ഇതിൽ ചെയ്ത് പഠിക്കാം. അപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇതിൽ തന്നെ ഒരു ഫീച്ചർ ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ഇത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഇതുപോലെ നെവർ ഇൻസ്റ്റാൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ നെവർ ഇൻസ്റ്റാളിൻ്റെ പ്ലഗിൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ലോഞ്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന്. അപ്പോൾ ഗൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ദെൻ ഗൈസ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ സി യു.